ട്രംപിൻ്റെ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് തന്നെ, ഔദ്യോഗികമായി ചുമതല ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ട്രംപിൻ്റെ മനസ്സിലിരിപ്പ് പുറത്തു വരുന്നു. പ്രധാനപ്പെട്ട പദവികളിൽ മന്ത്രിസഭ പോലെയുള്ള സെക്രട്ടറിമാരുടെയൊക്കെ പോസ്റ്റുകളിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഉൾപ്പെടെയുള്ള ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പോലെയുള്ള നിർണായക പദവികളിലേക്ക് ട്രംപ് കൊണ്ടുവരുന്നത് കടുത്ത ചൈന വിരുദ്ധരെയാണ്. ഇത് ട്രംപിൻ്റെ ഒരു പ്രഖ്യാപിത മാനിഫെസ്റ്റോ പോലെ തോന്നുന്നു. ചൈനയ്ക്കെതിരായ നിലപാട് കടുപ്പിക്കും. അതെ, അത് ഈ ഇൻഡോ പസഫിക്കിൽ എങ്ങനെ വന്നാലും അമേരിക്കയുടെ സുഹൃത്ത് ഇന്ത്യ ആയിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. മാത്രമല്ല, ഇൻഡോ പസഫിക് നാറ്റോ എന്ന് പറഞ്ഞൊരു ആശയം തന്നെ അമേരിക്കൻ നയതന്ത്ര രംഗത്തുള്ളതാണ്. അതിൻ്റെ നെടുന്തൂണായിട്ട് ഇന്ത്യ വേണമെന്നൊക്കെ. പക്ഷേ ഇന്ത്യ അതിൽ പോയി തലവെച്ച് കൊടുക്കുകയൊന്നുമില്ല. അവർക്ക് അങ്ങനെ ഒരു നാറ്റോയെ പറ്റി പോലും ആഗ്രഹമൊക്കെ ഉണ്ട്. ഇപ്പം മൈക്ക് വാൾസ് അദ്ദേഹമാണ് ട്രംപിൻ്റെ ധോവൽ ആകാൻ പോകുന്നതെന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മൈക്ക് വാൾസ് നാഷണൽ ഗാർഡ്സിൽ കേണലായിരുന്നു മുമ്പ്. ഏഷ്യ പസഫിക്കിൽ സെക്യൂരിറ്റി ഗാർഡ്സ്. അതെ. അപ്പോൾ ഏഷ്യ പസഫിക്കിൽ ചൈനയുടെ സകല പ്രവർത്തനങ്ങളുടെയും വിമർശകനാണ് മൈക്ക് വാൾസ്. ഈ അമേരിക്ക ഈ പസഫിക് മേഖലയിൽ എപ്പോഴും ഒരു സംഘർഷത്തെ നേരിടാൻ തയ്യാറായിരിക്കണം എന്നെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. ചൈനയുമായി ഒരു സംഘർഷം എപ്പോഴും ഉണ്ടാകാം. ചിലപ്പോൾ അത് തായ്വാനും ആയി ബന്ധപ്പെട്ടാകാം. ശരിയുമാണത്. കാരണം തായ്വാനെ ആക്രമിച്ചിട്ടായാലും ബലപ്രയോഗം കൊണ്ടായാലും സ്വന്തമാക്കണം. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിൽ ഷീ പറഞ്ഞിരുന്നത് അങ്ങനെ നമ്മൾ ബലം പ്രയോഗിക്കാതെയും വെറുതെ ഉന്തിയ വീഴുന്ന ഒന്നാണ് തൈവാൻ എന്നൊക്കെ പറഞ്ഞിരുന്നത്. എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴാണ് പിന്നെ നാൻസി പെലോസി സ്പീക്കർ തൈവാനിലേക്ക് പോയതൊക്കെ. അപ്പോൾ ഒരു മിസൈൽ അങ്ങോട്ട് അയച്ചു എന്നൊക്കെ വരുത്തുകയൊക്കെ ചെയ്തു ഷീ. ആഭ്യന്തര പ്രജകളെ സമാധാനിപ്പിക്കണമല്ലോ കമ്മ്യൂണിസ്റ്റ് രാജാവിന്. അപ്പോൾ ഈ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ വളരെ കരുത്തുള്ള ഒരു പദവിയാണത്, ശക്തിയുള്ളൊരു പദവിയാണ്. അവിടെ സെനറ്റിനോട് ഈ നിയമനം സ്ഥിരീകരിക്കേണ്ട ബാധ്യതയില്ല ട്രംപിന്. പല നിയമനങ്ങൾക്കും സെനറ്റിന്റെ അനുമതി കൂടാതെ നിയമിക്കാൻ അധികാരം വേണമെന്ന് എക്സിക്യൂട്ടീവ് ഓർഡർ മതി. വിവിധ ഏജൻസികളുമായിട്ട് ഈ FBI, CIA ഇങ്ങനെ ചാര സംഘടനകളൊക്കെ ആയിട്ട് ഏകോപനം നടത്തിയിട്ട് എല്ലാ ദിവസവും ബ്രീഫ് ചെയ്യുന്നത് ട്രംപിനെ. ആ ജോലി മൈക്ക് വാൾസിൻ്റേതായിരിക്കും. 2021 അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സൈന്യം പിന്മാറുന്ന ബൈഡൻ തീരുമാനിച്ചല്ലോ, അതിനെ വിമർശിച്ച ആളാണ് വാൾസ്. അത് ശരിയായില്ല. ട്രംപിൻ്റെ വിദേശ നയത്തിനെ ശ്ലാഘിച്ചിട്ടുമുണ്ട് പലപ്പോഴും. ട്രംപിനെ പറ്റി ഡിസ്റപ്റ്റർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഡിസ്റപ്റ്റർ എന്ന് പറഞ്ഞാൽ ചീത്താർത്ഥത്തിലല്ല, ഈ മാമൂലുകൾക്കെതിരെ നീങ്ങുന്ന ഒരാൾ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പറഞ്ഞിങ്ങനെയാണ്, നാശകാരികൾ ചിലപ്പോൾ മാന്യരായിരിക്കില്ല. ഞാൻ ഈ ഡിസ്റപ്റ്റർ എന്നുള്ള വാക്കിനാണ് നാശകാരി എന്ന് എടുത്തിരിക്കുന്നത്. നാശകാരികൾ ചിലപ്പോൾ മാന്യരായിരിക്കില്ല. പെൻറ്റഗണിലെ പഴയ ചിന്താഗതിക്കാർക്ക് അത് ദഹിക്കില്ല. ട്രംപ് അത്തരമൊരു നാശകാരിയാണ്, ഡിസ്റപ്റ്ററാണ്. പോസിറ്റീവ് അർത്ഥത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. 2018 ഈ കോൺഗ്രസ്സിൽ മെമ്പറായിരുന്നു, ഡിഫൻസ് പോളിസി ഡയറക്ടറായിരുന്നു മുമ്പ്. ഡൊണാൾഡ് റംസ്ഫീൽഡ് മറ്റേ പ്രതിരോധ സെക്രട്ടറി ആയിരുന്നപ്പോൾ, റോബർട്ട് ഗേറ്റ്സും സെക്രട്ടറി ആയിരുന്നപ്പോൾ, ഇവർ രണ്ടുപേരും പ്രതിരോധ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഡിഫൻസ് പോളിസി ഡയറക്ടർ ആയിരുന്നു. അപ്പോൾ ഈ പ്രതിരോധ സെക്രട്ടറി ആകാൻ മൈക്ക് വാൾസിൻ്റെ പേര് പ്രതിരോധ സെക്രട്ടറി സ്ഥാനത്തേക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കോൺഗ്രസ്സിൽ ആംഡ് സർവീസസ് സബ് കമ്മിറ്റി അംഗമാണ്, ഇൻ്റലിജൻസ് സെലക്ട് കമ്മിറ്റി അതിലും അംഗമാണ്. പിന്നെ റിപ്പബ്ലിക്കൻസിൻ്റെ ചൈന ടാസ്ക് ഫോഴ്സ് ലീഡ് ചെയ്യുന്ന ആളാണ്. ചൈന ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതെ, ചൈനയാണ് ടാർഗറ്റ്. ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഹാർഡ് ട്രൂത്ത്സ് എന്ന് പറഞ്ഞിട്ട്. അത് തിങ്ക് ആൻഡ് ലീഡ് ലൈക്ക് എ ഗ്രീൻ ബിററ്റ് എന്ന് പറയുന്നത്. അത് ഈ പട്ടാളത്തിലെ ഒരു പട്ടാളക്കാരനെ പോലെ ചിന്തിക്കുക, അങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതാണ് ആ സബ് ഹെഡിങ്ങിൻ്റെ അർത്ഥം. ഹാർഡ് ട്രൂത്ത്സ് എന്ന് പറഞ്ഞാൽ ചൈനയെ പറ്റിയാണ് അതിൻ്റെ അകത്ത് കൂടുതൽ കാര്യങ്ങൾ.
ചൈന നയം എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന പുസ്തകം തന്നെയാണത്. ഉം. ഒരു പട്ടാളക്കാരൻ കൈകാര്യം ചെയ്യേണ്ട പോലെയാണ് ചൈനയെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ചൈനയെ നേരിടാൻ 5 ഇന തന്ത്രം ഉം. വാൾസ് പറയുന്നുണ്ട് ആ പുസ്തകത്തിൽ. ചൈനയെ നമുക്ക് എങ്ങനെ നേരിടാം? അതിൽ പറയുന്നത് തായ്വാനെ ആയുധമണിയിക്കുക. ഉം. അതിൽ പറയുന്നുണ്ട് പസഫിക്കിലെ സഖ്യകക്ഷികൾക്ക് ആത്മവിശ്വാസം നൽകുക, ഉം. വിമാനങ്ങൾ, കപ്പലുകൾ അവയെ ആധുനികവൽക്കരിക്കുക. ഇങ്ങനെ 5 നിർദ്ദേശങ്ങളാണ് അതിൽ പറയുന്നത്. യുക്രൈന് കൂടുതൽ ആയുധം കൊടുക്കണമെന്ന് മുമ്പ് വാൾസ് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് വിചാരിക്കുന്നതിന് വിരുദ്ധമാണ്. പക്ഷേ കഴിഞ്ഞ മാസം വാൾസ് പ്ലേറ്റ് മാറ്റി. ട്രംപിൻ്റെ ആശയത്തിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പസഫിക്കിൽ അതായത് യുക്രൈൻ പിന്മാറേണ്ടി വരും, യുക്രൈൻ ചില സ്ഥലങ്ങൾ, ചില മേഖലകൾ വിട്ടുകൊടുക്കേണ്ടി വരും എന്നൊക്കെയാണ് ഇപ്പോൾ അഭിപ്രായം. യുദ്ധം തീരും. യുദ്ധം തീരും, പക്ഷെ സെലൻസ്കി ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. അല്ല, ഓൾറെഡി റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ റഷ്യയുടെ തന്നെ ആയിരിക്കും എന്നാണ് വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. അതെ, JD വാൻസ് അതിനുള്ള ഒരു പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്രിമിയ പോയി, ഡോൺബാസ്, പിന്നെ സാഫറേഷ്യ, ഇങ്ങനത്തെ ഇപ്പൊ പിടിച്ച സ്ഥലങ്ങളും ഒക്കെ പോകും. അതാണ് എൻ്റെ സംഗതി. ക്രിമിയൊന്നും കിട്ടുന്ന പ്രശ്നമില്ല. ഒന്നാമത് ക്രിമിയ റഷ്യയുടെ ഭാഗമായി ഹിതപരിശോധനയിൽ അവർ റഷ്യയുടെ പറഞ്ഞതുമാണ്. അപ്പം അങ്ങനെയാണ്. പിന്നെ ഈ മൻഹാട്ടനിൽ വിചാരണ നടന്നിരുന്നല്ലോ ട്രംപിനെതിരായ. ആ വിചാരണ വേളയിലൊക്കെ കോടതിയിൽ ഉണ്ടായിരുന്ന ആളുമാണ് വാൾസ്. അത്രമാത്രം അടുപ്പമുണ്ട്. പല ആളുകളും ഇത് പുലിവാലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയില്ല. അപ്പോൾ അങ്ങനെ പോയിരുന്ന ആളാണ്. ഇപ്പോൾ ഇന്നത്തെ വിവരം വെച്ചിട്ട് കോൺഗ്രസ്സിൽ മൊത്തം 435 സീറ്റിൽ 218 കിട്ടിയിട്ടുണ്ട് ട്രംപിന്. അരിസോണയിൽ ജുവാൻ സിസ്കോമാനി ജയിച്ചതോട് കൂടിയിട്ട്. ഇനി വിദേശ സെക്രട്ടറിയായിട്ട് വരാൻ പോകുന്നത് ചൈന വിരുദ്ധൻ മാർക്കോ റൂബിയോ ആണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. സെനറ്ററാണിപ്പോൾ. പിന്നെ ആദ്യത്തെ ലാറ്റിനോ, അതായത് ലാറ്റിൻ അമേരിക്കയിൽ ജനിച്ച ആദ്യത്തെ വിദേശ സെക്രട്ടറി ആയിരിക്കും. അല്ല, ഈ സെക്രട്ടറി എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾക്കും സെക്രട്ടറി, നമ്മുടെ നാട്ടിലെ മന്ത്രി തന്നെയാണ്. മന്ത്രിയാ, വിദേശകാര്യ അവർ അതൊക്കെ സെക്രട്ടറി എന്ന് ഉപയോഗിക്കുന്നു. പക്ഷെ നമ്മൾ ഈക്വൽ ടു അവരുപയോഗിക്കുന്നത് നമ്മൾ വിദേശ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വിദേശകാര്യ സെക്രട്ടറിയാണ്, വിദേശകാര്യ മന്ത്രിയാണ്. അത് സഹാന്നെടുക്കരുത് നമ്മൾ. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് വിദേശ സെക്രട്ടറി എന്ന് വേണം നമ്മൾ എഴുതാൻ പത്രങ്ങളിലൊക്കെ എഴുതുമ്പോൾ. ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻകാരനായിരിക്കും. കാരണം ക്യൂബയിൽ നിന്ന് കുടിയേറിയ കുടുംബമാണ് ഈ റുബിയോയുടെ. ചൈന, ഇറാൻ, ക്യൂബ ഇത്തരം കാര്യങ്ങളിൽ കാർക്കശ്യമുള്ള ആളാണ് അങ്ങേര്. പിന്നെ പണച്ചെലവുകൾ ഉള്ള യുദ്ധങ്ങൾ ആവശ്യമില്ല എന്ന് കരുതുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ യുക്രൈൻ യുദ്ധം ആവശ്യമില്ല എന്ന്. ചെലവ് വരുന്നത് മുഴുവൻ അമേരിക്കയ്ക്കാണ്. നാറ്റോ എന്ന് പറയുന്ന മറ്റ് രാജ്യങ്ങളൊന്നും ആയുധവും ഇല്ല, പണവും ഇല്ല. ഇത് മുഴുവൻ അമേരിക്കയാണ് വഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ യുദ്ധങ്ങൾ വേണ്ട എന്നുള്ള അഭിപ്രായമുള്ള ആളാണ്. 53 വയസ്സ്. റഷ്യ പിടിച്ച സ്ഥലങ്ങൾ ഒക്കെ വിട്ടുകൊടുക്കണം എന്നുള്ള അഭിപ്രായമുള്ള ആളാണ് യുക്രൈൻ്റെ കാര്യത്തിൽ. കഴിഞ്ഞ ദശകത്തിൽ നിന്നും അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. അതാണ് ഈ ക്രിമിയം ഒരു ദശകത്തിലെ വരും. ഏപ്രിലിൽ പാസ്സാക്കിയ $95 ബില്യൺ ഈ യുക്രൈന് സഹായം കൊടുക്കണം എന്ന് ബൈഡൻ ഏപ്രിലിൽ പാസ്സാക്കിയല്ലോ. അതിനെതിരെ വോട്ട് ചെയ്ത 15 റിപ്പബ്ലിക്കൻ സെനറ്റർമാരിൽ ഒരാളാണ് ഇദ്ദേഹം. അന്ന് തന്നെ അഭിപ്രായം അതാണ്, യുക്രൈനെ സഹായിക്കേണ്ടതില്ല. $95 ബില്യൺ എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ പൈസയാണോ? എത്രയാണ് പാഴാക്കുന്നത് അവിടെ കൊണ്ടുപോയിട്ട്. പിന്നെ ഇത്തവണ ഈ ലാറ്റിൻ അമേരിക്കക്കാർ ട്രംപിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വോട്ട് ബാങ്കും കൂടി പരിഗണിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് ന്യൂയോർക്ക് ടൈംസ് പറയുന്നുണ്ട്. ഇദ്ദേഹം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്
പരിഗണിച്ച 3 പേരിൽ ഒരാളാണ് JD വാൻസിന്റെ സ്ഥാനത്ത് തന്നെ. അവസാനം JD വാൻസിന് ചെയ്തത്. JD വാൻസ് പക്ഷേ നേരത്തെ ട്രംപിന്റെ കടുത്ത വിമർശകനായിരുന്നു. മോശപ്പെട്ട വാക്കുകളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഇഡിയറ്റ് പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാറ്റോയിൽ നിന്ന് വിടാൻ പാടില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. നാറ്റോ വിട്ട് പോകാന്നുള്ള അഭിപ്രായം ഉള്ള ആളാണ് ട്രംപ്. വെറുതെ നമുക്ക് പണച്ചെലവ് നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക, സഹായിച്ചുകൊണ്ടിരിക്കുക, നമുക്കൊരു ഗുണമില്ല. 2019 ദേശീയ സുരക്ഷാ അവലോകന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ആളാണ്. പിന്നെ ടിക്ടോക്ക് ചൈനയുടെ ഈ musical.ly ഒക്കെ ഏറ്റെടുക്കാൻ നോക്കുമ്പോൾ ചൈനയുടെ സ്ഥാപനങ്ങളൊന്നും ഇവിടെ ഒന്നും ഏറ്റെടുക്കണ്ട എന്നുള്ള നിലപാടെടുത്തിട്ട് അത് തള്ളിക്കളഞ്ഞതാണ് അമേരിക്ക. ഇത് എടുത്തിട്ട് അതുപോലെ ഹുവാവേ ഇല്ലേ കമ്പനി മൊബൈല്, അവരുമായിട്ടുള്ള ഇടപാടൊക്കെ നിർത്തണം എന്ന് പറഞ്ഞ് അതൊക്കെ റദ്ദാക്കിച്ച ആളുമാണ്. മുത്തച്ഛൻ 1962 ക്യൂബയിൽ നിന്ന് കുടിയേറി വെനസ്വേലയിലെ മദുറോയ്ക്കും എതിരാണ് ഇദ്ദേഹം. ഇതൊക്കെയാണ് അപ്പോൾ വിദേശ നയമായിട്ടും വരിക. വെനസ്വേല കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടെന്ന് പറയപ്പെടുന്ന രാജ്യമാണ്. ഇതിപ്പോ ഒരുപാട് എണ്ണയിലും ഏറ്റവും എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം വെനസ്വേലയാണ്. ഇതിപ്പോൾ നമ്മൾ 2 പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം വാഷിങ്ടൺ പോസ്റ്റിൽ വന്ന പുട്ടിനെ മറ്റേ ട്രംപ് വിളിച്ചിരുന്നു എന്നുള്ളതൊരു മാപ്ര പരിപാടിയായിരുന്നു എന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നലെ അത് ചർച്ച ചെയ്യാതെ മാറ്റിവെച്ചു. ഇന്ന് ക്രെംലിൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ചർച്ചയൊന്നും നടന്നിട്ടില്ല. അതെ, അപ്പോൾ ഇത് പത്രങ്ങളിൽ വന്ന് പറഞ്ഞാണ്. നമ്മൾ നേരത്തെ വിദേശകാര്യ സെക്രട്ടറി ആകാൻ സാധ്യതയുള്ള ഹുക്കിന്റെ പേര് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ഇറാനെതിരെ നിൽക്കുന്ന. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഈ വളരെ കൃത്യമായി ആളുകളെ ചൂസ് ചെയ്ത് ഇങ്ങനെ ഒരു വലിയ പഴക്കൂടെ ഇരിക്കുമ്പോൾ അതിൽ നിന്ന് ഓരോന്നെടുത്ത് നോക്കി ഏതാണ് ഏറ്റവും ബെസ്റ്റ് അതെനിക്ക് പറ്റിയത്. എനിക്കിനി ട്രംപിന് കൃത്യമായിട്ട് അറിയാം ഇനി ഒരു ഊഴമില്ല, അടുത്ത 4 വർഷമേ ഉള്ളൂ. 4 വർഷം കൊണ്ട് ട്രംപ് വിഭാവനം ചെയ്തിട്ടുള്ള ചില അജണ്ടകളുണ്ട്. അത് നടപ്പാക്കാൻ പറ്റുന്ന സേനാനായകന്മാരാരൊക്കെയാണെന്ന് ഹാൻഡ് പിക്ക് ചെയ്തെടുക്കുകയാണ്. അതെ, ഫ്ലോറിഡയിലെ തോട്ടത്തിലിരിക്കുകയാണ് ട്രംപ്. അതെ, അപ്പോൾ സുഖമാണ് ഇങ്ങനെ ആലോചിക്കാനും ശാന്തമായി. അതെ, വലിയ സുരക്ഷയാണ് അവിടെ എന്ന് പറയുന്നത്. അതെ, ഇപ്പോൾ ഈ ഒരു കൊലപാതക ശ്രമം നടത്തി ഒരു ടീമിനെ വിട്ടു എന്നൊക്കെ വാർത്ത വരികയും അതോടുകൂടി സുരക്ഷ വളരെ ശക്തമാക്കി. റോബോട്ടിക് ഡോഗ്സിനെ വരെ കാവലിനായിട്ട് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഏതായാലും ട്രംപ് വരട്ടെ, നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.